ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഡിസംബർ 29 തിങ്കളാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിലെ ചിത്രങ്ങളുടെ പ്രകടനം എങ്ങനെ? അവതാർ, സർവമായ, ബബബ, കളങ്കാവൽ, വൃഷഭ, ഹാൽ, മിണ്ടിയും പറഞ്ഞും തുടങ്ങിയ ചിത്രങ്ങൾ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കുക. നമുക്ക് നേരെ സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. സർവമായ 50 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്ന് 18 കോടി 20 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 കോടി 80 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 24 കോടി 25 ലക്ഷം രൂപയും അങ്ങനെ 45.25 കോടിയായിരുന്നു നേടിയത്. ഓൾ ടൈം 6th ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ 50 കോടി ഇന്ന് നേടിയിരിക്കുന്നു. ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഇന്ന് സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയായിരുന്നു. മൺഡേ ടെസ്റ്റ് പാസ്സാവുമെന്നെനിക്ക് മൺഡേ ടെസ്റ്റ് റാങ്കോടെ പാസ്സായെന്ന് പറഞ്ഞേക്കാൻ പറയുന്നു. 1407 ഷോകളിൽ നിന്ന് 2,20,000 ടിക്കറ്റോളം ഇന്ന് വിറ്റുപോയി. ഇന്നും സിനിമയ്ക്ക് 60% തിയേറ്റർ ഓക്യുപ്പൻസി ഉണ്ട്. സിനിമയ്ക്ക് 3 കോടി 67,32,000 രൂപ ഇതിനോടകം തന്നെ വന്നു. അതായത് സിനിമ ഇന്നും 4 കോടിക്ക് മുകളിലേക്ക് കയറുമെന്നുള്ളത്, അതായത് ട്രാക്കിങ്ങിലൂടെ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ആദ്യ 2 ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമയ്ക്ക് ഈ ഒരു നിമിഷം വരെ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു 4.5 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടുമെന്നുള്ളതാണ്. വീണു എന്ന് പറയുന്നിടത്ത് വെച്ച് ഉയർത്തെഴുന്നേറ്റ് വരുന്നവനാണ് രാജാവ്. അതുതന്നെയാണ് മോഹൻലാൽ. അതുതന്നെയാണ് നമുക്ക് വൃഷഭയിലൂടെ കാണാൻ കഴിയുന്നത്. വാഷ് ഔട്ട് ആവുമെന്ന് പറഞ്ഞവർക്ക് കേരള ബോക്സ് ഓഫീസിൽ വീണ്ടും സിനിമ മുന്നോട്ട് പോകുന്ന കാര്യം. തിങ്കളാഴ്ച ഈ ഒരു സിനിമ വാഷ് ഔട്ട് ആവുമെന്ന് പറഞ്ഞവരോട് ഉള്ള മറുപടി, ഇന്ന് സിനിമ 173 ഷോകളിൽ നിന്ന് 3000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ, അതായത് ഞായറാഴ്ചത്തേക്കാൾ കൂടുതൽ ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. സിനിമയ്ക്ക് 4,61,000 രൂപ ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു. ഇന്നലത്തെ ഫൈനൽ കളക്ഷൻ 4,64,000 രൂപയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അതായത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 2 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ്. എന്തായാലും ഒരു വമ്പൻ പരാജയമാണെങ്കിൽ പോലും ഈ ഒരു സിനിമ തുടർച്ചയായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഒരു പക്ഷേ ആദ്യ 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ തീരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ സിനിമ ഒരാഴ്ച പിന്നിടാൻ ഒരുങ്ങുന്നു. അവതാർ ഫയർ ആൻഡ് ആഷസ് 11ാം ദിനത്തിലാണ് ഓടുന്നത്. ഈ ഒരു തിങ്കളാഴ്ച സിനിമ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഇന്നലത്തേക്കാളും ഒരു 20 അല്ലെങ്കിൽ 50% ഇടിവ് സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. 186 ഷോകളിൽ നിന്ന് 7,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. 21 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ഇതിനോടകം നേടാൻ കഴിഞ്ഞു. 35 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിയും. തിങ്കൾ ടെസ്റ്റിൽ മാഡ്നസും ഇടിവ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. 514ഓളം ഷോകളായി കുറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ 715 ഷോകളുണ്ടായിരുന്നിടത്തു നിന്ന് 514 ഷോകളിലേക്ക് എത്തിയപ്പോൾ ഇന്നലെ 32,000 ടിക്കറ്റ് വിറ്റുപോയെടുത്ത് ഇന്ന് 9,000 ടിക്കറ്റിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. 7% ഒക്യുപ്പൻസിയിൽ ബബബയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 14 ലക്ഷം രൂപയോളമാണ്. അതായത് 25 ലക്ഷം രൂപ സിനിമയ്ക്ക് ഇന്ന് ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിയുമെന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി നേടിയ ചിത്രം 47 കോടിക്ക് മുകളിൽ നേടി എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ഒഫീഷ്യലായിട്ടുള്ള 50 കോടി പോസ്റ്റർ ഇപ്പോൾ തന്നെ എത്തുമെന്നുള്ളതും നമുക്ക് കാണാവുന്നതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമയ്ക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട കാര്യം. നാളെ മുതൽ ഇതിൻ്റെ മുകളിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പനയും അതേപോലെ തന്നെ ഷോ കൗണ്ടുകളും കൂടാനുള്ള ചാൻസുകളുണ്ട് എന്നുള്ളതാണ്. തിങ്കളാഴ്ച ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, അത് സംഭവിച്ചിരിക്കുന്നു. മമ്മൂട്ടിയുടെ കളങ്കാവൽ 25ാം ദിനത്തിലാണ്. ഇന്നും സിനിമയ്ക്ക് തിയേറ്റർ കൗണ്ടുകൾ കൂട്ടുന്നു. ഷോ കൗണ്ടുകൾ 153ലേക്ക് ഉയരുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. 3,500ഓളം ടിക്കറ്റുകളാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് ഇന്ന് 6 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി ട്രാക്കിങ്ങിലൂടെ തന്നെ വന്നിരിക്കുന്നത്. ഏകദേശം 15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നും സിനിമയുടെ കളക്ഷനായി. 37,4 കോടിയിലേക്ക് എത്തുകയാണ് കേരള ബോക്സ് ഓഫീസിൽ ഈ ഒരു സിനിമയുടെ കളക്ഷൻ. വേൾഡ് വൈഡ് ആയിട്ട് 40,4 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ മമ്മൂട്ടി കമ്പനി 83 കോടി ഒഫീഷ്യലായി പുറത്തുവിട്ട കണക്കുകൾ നമ്മൾ കണ്ടതാണ്. വരും ദിവസങ്ങളിൽ സിനിമ 85 കോടി ടച്ച് ചെയ്യുന്ന പോസ്റ്റർ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. ലോങ് റണ്ണിൽ സിനിമയുടെ ഫൈനലായി പ്രതീക്ഷിക്കുന്നത് 90 കോടിയാണ്. ഉണ്ണി മുകുന്ദൻ്റെ മിണ്ടിയും പറഞ്ഞും 5ാം ദിനമാണ്. വലിയ രീതിയിലുള്ള ഇടിവാണ് സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത്. 41 ഷോകളിലേക്ക് കുറയുന്നു. 500-ന് താഴെയുള്ള ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷനെങ്കിൽ ഇന്ന് അത് 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് പോകുന്ന കാര്യം കാണാൻ കഴിയുന്നു. ട്രാക്കിങ്ങിലൂടെ 10,30,000 രൂപയാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഏകദേശം 14 ലക്ഷം രൂപ മാത്രമാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ സിനിമയുടെ ഫൈനൽ റൺ ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഹാൽ എന്ന ചിത്രം 5ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 5ാം ദിനം സിനിമയ്ക്കും ഒരു ഇടിവുണ്ട്, പക്ഷേ അത്ര വലിയ ഇടിവൊന്നും കാണുന്നില്ല. ഇന്നലെ 199 ഷോ ആണെങ്കിൽ ഇന്ന് 163ഓളം ഷോകളാണ് സിനിമയ്ക്കുള്ളത്. 3,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. 5 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് വന്നു. അതായത് ഏകദേശം 10 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ഇന്ന് നേടാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ 199 ഷോകളിൽ നിന്ന് 8,500ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. നമുക്കറിയാം ഒരു ഓഫ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട. ഗ്രേറ്റ് മീഡിയാസ്.